പാകിസ്ഥാന് ശവകുടീരം തീർക്കാൻ ഇന്ത്യ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു തിരിച്ചടി കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ് ഒരു ഇന്ത്യക്കാരിയായി ജനിച്ചതിൽ. അതിൽ ഏറ്റവും അഭിമാനം തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞതോർത്താണ് അഭിമാനം തോന്നുന്നത്. കാരണം പാകിസ്ഥാന്റെ ഡ്രോണുകളെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിക്കുന്നത്, അടിച്ചൊതുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു ആക്രമണമല്ല, പ്രതിരോധമാണ് ഇന്നലെ കണ്ടത്. പ്രതിരോധം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കയറി അടിച്ചാൽ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? 1947 ജനിച്ച പാകിസ്ഥാൻ 2025 മരിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കറാച്ചി നിന്ന് കത്തി, കറാച്ചി ഭസ്മമായി എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാൻ കരുതി ഇത് മറ്റു രാജ്യങ്ങളോട് കളിക്കുന്നത് പോലെയാണ് എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിലെ ആയുധ ശേഖരങ്ങളെക്കുറിച്ചോ ആയുധ ശക്തികളെക്കുറിച്ചോ സൈനിക ശക്തികളെക്കുറിച്ചോ ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചോ പാകിസ്ഥാന് കൃത്യമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ഇത്ര ഒരു മണ്ടത്തരത്തിനും തെമ്മാടിത്തരത്തിനും തുനിഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നരേന്ദ്രമോദിയെയും സൈന്യത്തെയും വാരിപ്പൊഴുത്തുന്നത് കണ്ടു. ഒരു 12, 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന മലയാള ചാനലിലെ മാധ്യമങ്ങളൊക്കെ മോദിയെ ദൈവമായൊക്കെ വർണ്ണിക്കുന്നതും വാഴിക്കുന്നതും ഒക്കെ കണ്ടു. പക്ഷേ ഈ പറഞ്ഞവർ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് എന്താണ് ഇവിടെ പറഞ്ഞത്? ശക്തനായ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അത് രാഷ്ട്രീയം നോക്കാതെയാണ് പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യക്കൊരു കാവൽക്കാരനുണ്ട്, നല്ല ചങ്കുറപ്പുള്ള നട്ടലുള്ള, ഇന്ത്യക്കാരെ തൊട്ടാൽ ഒരടി അടിച്ചാൽ 15 അടി തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു കാവൽക്കാരൻ ഇന്ത്യക്കുണ്ട്. ഇപ്പോ ഈ പാകിസ്ഥാനിലെ പട്ടാള മേധാവി അസീം മുനീറിനെ കാണാനില്ല എന്ന് പറയുന്നു. ഇന്ത്യയുടെ കൈകളിൽ മുനീർ ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. പാക് പ്രധാനമന്ത്രി നാട് വിട്ടു എന്ന് പറയുന്നു. പല ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ വിട്ടുപോകുന്നു എന്ന് പറയുന്നു. ജനങ്ങൾ തന്നെ വലിയ ആശങ്കയിലും അങ്കലാപ്പിലുമാണ്. പാകിസ്ഥാൻ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ കാണിക്കാൻ പോയത് എന്നാണ് ചോദിക്കുന്നത്. അതിനിടയ്ക്ക് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റാണ് സത്യത്തിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, എന്തൊരാവേശമാണ് മലയാള മാധ്യമങ്ങൾക്ക്. 3 വിമാനങ്ങളും 20 മിസൈലുകളും S-400 സുദർശന ചക്രം കൊണ്ട് ഇന്ത്യ വെടിവെച്ചിട്ടത് വള്ളംകളിയുടെ തത്സമ ആവേശത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. നല്ലതാണ്. പക്ഷെ എല്ലാത്തിനും പഴികേട്ട ഒരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ പുച്ഛത്തെയും പരിഹാസങ്ങളെയും നിശബ്ദത കൊണ്ട് ജയിച്ച, എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു ദിവസം വരുമെന്നറിയാമായിരുന്ന ഒരു ദീർഘദർശി. ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിലയെ പെട്രോളിന്റെ ഇന്ത്യൻ വിപണി വിലയുമായി താരതമ്യം ചെയ്ത് നിങ്ങൾ ആ മനുഷ്യനെ ആക്ഷേപിച്ചു. അച്ഛനെയും മുത്തശ്ശിയും കണ്ട് ശീലിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിച്ചു. റഫേലിനെ കോടതി കയറ്റി. പരമോന്നത കോടതി വിലക്കും വരെ അത് തുടർന്നു. അദ്ദേഹം അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ മിച്ചമൂല്യത്തിന്റെ മികച്ച ഉപയോഗത്തിലൂടെ റഷ്യയിൽ നിന്ന് S-400 ഫ്രാൻസിൽ നിന്ന് റഫാലും ഇസ്രയേലിൽ നിന്ന് ഹരോഫും ഹെനോങ്ങും വാങ്ങി ആകാശത്ത് കോട്ട പണിത് രാജ്യത്തെ ഭദ്രമാക്കി. ഭൂമിയിൽ ശൗചാലയങ്ങൾ തീർത്ത് മാലിന്യമുക്തമാക്കി. അങ്ങനെയാണ് സ്വച്ഛ ഭാരതവും സുരക്ഷിത ഭാരതവും ഉണ്ടായത്. കഥയറിയാതെ ആട്ടം കണ്ട കോമാളികളുടെ വാക്കുകേട്ട മനുഷ്യൻ സബ്സിഡി സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരുന്നുവെങ്കിൽ, നിങ്ങളെ മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ ആ 20 മിസൈലുകൾ ഇന്ത്യൻ അതിർത്തികൾ ഭേദിച്ച നമ്മുടെ ജീവനും സ്വത്തും സംഹരിക്കുമായിരുന്നു. ആറാട്ടുമുണ്ടന്മാരുടെയും അടിച്ചുതളിക്കാരുടെയും ദുർബല പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. സത്യത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ കേട്ട ആക്ഷേപങ്ങളുടെ ആകെത്തുകയാണ്. യുദ്ധം ഏകപക്ഷീയമായ ലാഭങ്ങളുടേത് മാത്രമല്ല, രാജ്യം ത്യാഗം ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് നൽകേണ്ടത് പൗരന്റെ ബാധ്യതയാണ്. ഒട്ടും സത്യസന്ധമല്ലാത്ത മാനവികതയുടെ, ഉദാരതയുടെ വാചാടോപങ്ങളിലൂടെയുള്ള ഒളിയമ്പുകളും ഒളിച്ചോട്ടങ്ങളുമല്ല മനുഷ്യത്വത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അളവുകൾ. പെറ്റ രാജ്യം ഭീഷണി നേരിടുമ്പോഴല്ല വിശ്വമാനവികതയുടെ പുസ്തകം വായിച്ചു കേൾപ്പിക്കേണ്ടത്. ഒരാശങ്കയുമില്ല, ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലമായിരുന്നുവെങ്കിൽ നാം പൗരസ്വാതന്ത്ര്യത്തിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കുമെതിരെ സമരം ചെയ്യുകയില്ലായിരുന്നു. രാജ്യത്തിന് പിന്നിൽ, അതിന്റെ നേർ താല്പര്യങ്ങൾക്ക് മുന്നിൽ നാം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്.
നമ്മളെ അല്ലാതെ മറ്റാരും സ്വന്തമായി വേണ്ടാത്ത ഒരു മനുഷ്യനാണ് നമ്മളെ നയിക്കുന്നത്. ഒന്നായിരിക്കുന്നതാണ് കരുത്ത്. ശത്രു ആയുധം കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കവേ ഇപ്പോൾ ചെയ്യുന്നത് തുടരുക. നാം നാവ് കൊണ്ടെങ്കിലും മുറിപ്പെടുത്താതിരിക്കുക. അത്തരം നാവുകൾ അരിയുക. അതാണ് മികച്ച പ്രായശ്ചിത്തം. ഈ യുദ്ധം നാം ജയിക്കും. കാരണം രാമൻ ഗുണവാൻ മാത്രമല്ല, വീര്യനുമാണ്. അതിർത്തി വരെ മാത്രം വന്ന് എരിഞ്ഞു തീരുന്ന മിസൈലുകൾ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. ഇതാ പുതിയ ഇന്ത്യയാണ്. ശരിയാണ്, ഈ ഇന്ത്യ പുതിയ ഇന്ത്യയാണ്. പഴയ ഇന്ത്യ പോലെ പേടിച്ച് വിരണ്ട് പോകുന്ന ഇന്ത്യയല്ല. ആക്ഷേപിച്ച ആളുകൾക്കിടയിലേക്ക് ധൈര്യമായി സൈന്യത്തെ ഇറക്കി വിട്ടുകൊണ്ട് നമ്മുടെ ആയുധ ശക്തി എത്രയാണ് എന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുത്ത ഇന്ത്യ. അഫ്ഗാനിസ്ഥാനും ഇറാനും അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ നമുക്കൊപ്പം നിന്നുകൊണ്ട് പറയുന്നു, ധൈര്യമായി മുന്നോട്ട് പോകൂ, ഞങ്ങളൊപ്പം തന്നെയുണ്ട് എന്നുള്ളത്. വരുന്ന ഓരോ മിസൈലുകളെയും പ്രതിരോധത്തിലൂടെ തീർത്തുകൊണ്ട് പാക് വിമാനങ്ങളെ, ആളില്ല പാക് വിമാനങ്ങളെ അടക്കം നിലം പരിശാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സുരക്ഷിതമായി ഓരോ ഇന്ത്യക്കാരനും വീടുകളിൽ കിടന്നുറങ്ങാം. നമ്മുടെ സൈന്യം നമുക്ക് സുരക്ഷ നൽകുന്നുണ്ട്. നമ്മുടെ സർക്കാർ നമുക്ക് അതിലേറെ കരുതലും ചേർത്ത് പിടിക്കലും നൽകുന്നുണ്ട്. അതാണ് നമ്മുടെയൊക്കെ വിജയം. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഭയപ്പെടുകയാണ് നമ്മൾ. യുദ്ധം അനിവാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് കയറി അടിച്ചിട്ടില്ല. ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി പ്രകോപനപരമായ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ 26 നിരപരാധികളുടെ സഹോദരങ്ങളുടെ ജീവൻ എടുത്തപ്പോൾ ഇന്ത്യ പറഞ്ഞു, ആ എടുത്ത തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പാക് ജനങ്ങളെയോ പാക് പട്ടാളത്തെയോ പാക് സർക്കാരിനോടോ അല്ല പറഞ്ഞത്. അത് ആ ജീവനെടുത്ത 26 പേരുടെ ജീവനെടുത്ത തീവ്രവാദികൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും ഞങ്ങൾ മറുപടി നൽകിയിരിക്കും എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ആ മറുപടിയാണ് ഇന്ത്യ കൃത്യമായി 16ാമത്തെ ദിവസം ഇന്ത്യ നൽകിയത് എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ ഭീകര ക്യാമ്പുകൾ തകർത്തുകൊണ്ട് ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഇന്ത്യ പാകിസ്ഥാനെ അല്ല ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ആ ഭീകരരെ പാകിസ്ഥാന് എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് എന്നുള്ളത് അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പട്ടാള മേധാവികളടക്കം പട്ടാള യൂണിഫോമിൽ നിന്നുകൊണ്ട് ശവ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കണ്ടു. അപ്പോ തീവ്രവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നുള്ള ഇന്ത്യയുടെ ആവശ്യം ഇനി യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ INS വിക്രാന്തും INS സൂറത്തുമൊക്കെ കടലിൽ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ, നമ്മുടെ കര നാവിക സേനകൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ, നമ്മുടെ ആയുധക്കോപ്പുകൾ തയ്യാറായി നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഭയവുമില്ലാതെ ഉറക്കമൊഴിച്ചിരുന്ന നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനെ കാക്കാനായി ഒരാൾ നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. രാഷ്ട്രീയമൊക്കെ മറന്നേക്കൂ, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയതാണ് ഈ രാജ്യത്തിന്റെ ഭാഗ്യമെന്നോർക്കൂ.